ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 13 ശ്ലോകം 8. ഭഗവാൻ വരാഹമൂർത്തി തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അസുരനെ അടിച്ചു. ഭഗവാന്റെ വിരൽ കൊണ്ടുള്ള ആ ശക്തമായിട്ടുള്ള അടിയേറ്റ് മഹാകായനായ ഹിരണ്യാക്ഷൻ വായിൽ നിന്നും ചോര തുപ്പിക്കൊണ്ട് താഴ്ത്തു വീണു. ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപം കണ്ടുകൊണ്ട് ജീവൻ പോവുകയും ചെയ്തു. വരാഹമൂർത്തിയെ അവിടെ ഉണ്ടായിരുന്ന സകല ഋഷിമാരും കീർത്തിക്കുകയും അർത്ഥപൂർണമായ ശ്ലോകങ്ങൾ കൊണ്ട് കീർത്തിച്ചു. ഭഗവാനെ യജ്ഞവരാഹമൂർത്തി എന്നവർ വിളിക്കുകയും ചെയ്തു. അതാണ് ഈ ശ്ലോകത്തിലുള്ളത്. ശ്ലോകം നോക്കാം. മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗളദ് രക്തോ വക്ത്രാദ് അപതത് ഋഷിഭി ശ്ലാഘിതഹതി തദാ ത്വാം ഉദ്ധാമ പ്രമദഭരവിദ്യോതിഹൃദയ മുനീന്ദ്ര സാന്ദ്രാഭിസ്തുതിഭിർ അനുവൻ അധ്വരതനും. അർത്ഥം നോക്കാം. മഹാകായ സ അയം, വലിയ കായം ശരീരം, ശരീരത്തോടുകൂടിയ സ അയം ആ ഹിരണ്യാക്ഷൻ തവ ചരണപാദ പ്രമഥിത, തവ അങ്ങയുടെ കാൽവിരൽ കൊണ്ടുള്ള ചരണപാദ പ്രമഥിത സഹിക്കാനാവാത്ത അടിയേറ്റ് ശരീരമാകെ മഥനം ചെയ്യപ്പെട്ടതുപോലെ കശക്കി എറിഞ്ഞതുപോലെ അവിടെ വീണു. വക്ത്രാത് വായിൽ നിന്ന് ഗളത് രക്തം പ്രവഹിച്ചു. ഋഷിഭി ശ്ലാഘിത ഹതി ആ പ്രത്യേക തരത്തിലുള്ള കാൽവിരൽ കൊണ്ടുള്ള അടിയെ ഋഷിമാർ പ്രകീർത്തിച്ചു. അപതത് അങ്ങനെ ആ താഴെ വീണ അസുരൻ്റെ ഭാഗ്യമോർത്തിട്ടും മുനിമാർ പ്രശംസിച്ചു. ഭഗവാന്റെ അംഗം സ്പർശിച്ചുകൊണ്ട് മരണം വന്നുവല്ലോ, ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ചുവല്ലോ എന്നുള്ള ആ കീർത്തനങ്ങളൊക്കെ മുനിമാർ ചെയ്തു. ഉദ്ദാമ പ്രമദ ഭര വിദ്യോതി ഹൃദയ, പ്രമദഭരം എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞു കവിയുന്ന, വിദ്യോതി ഹൃദയ സന്തുഷ്ടമായി ഉജ്ജ്വലിക്കുന്ന ഹൃദയത്തോടുകൂടി മുനീന്ദ്ര മുനിശ്രേഷ്ഠന്മാർ സാന്ദ്രാഭിസ്തുതിഭി അർത്ഥം നിറഞ്ഞ അർത്ഥപൂർണങ്ങളായിട്ടുള്ള സ്തുതികൾ കൊണ്ട് അധ്വരതനും അനുവൻ, അധ്വരം യജ്ഞം, യജ്ഞശരീരത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞ് യജ്ഞവരാഹമൂർത്തി എന്ന് പ്രശംസിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുവല്ലോ. മഹാകായ സോ അയം തവ ചരണപാദപ്രമഥിതോ, അതീവ ബൃഹത്തായ ശരീരത്തോടു കൂടിയ ആ അസുരൻ അവിടത്തെ ഭഗവാനെ നോക്കിയിട്ട് പറയാണ്, കാലിൻ്റെ അടികൊണ്ട് കാൽവിരൽ കൊണ്ടുള്ള അടിയേറ്റ് വല്ലാതെ ബുദ്ധിമുട്ടി രക്തം ഛർദ്ദിച്ച് വക്ത്രാത് അപതത് ഋഷിഭി ആ വായിൽ നിന്നും രക്തം ഛർദ്ദിച്ചുകൊണ്ട് താഴെ വീണു. അപതത് വീണു. ഋഷിഭി ശ്ലാഘിത ഹതി ആ അടിയെയും ഹിരണ്യാക്ഷൻ്റെ വീഴ്ചയെയും ഋഷിമാർ സ്തുതിച്ചു. തഥാ ത്വാം ഉദ്ദാമ പ്രമദഭര വിദ്യോതി ഹൃദയ, എങ്ങനെയാണ് അവർ സ്തുതിച്ചത് പ്രത്യേകം പറയാണ്. വളരെയധികം സന്തുഷ്ടമായ ഹൃദയത്തോടു കൂടിയാണ്. ഇങ്ങനെ ഒരു മരണമാണ് ഉണ്ടാവുക എന്ന് അവർ വിചാരിച്ചിട്ടില്ല. അതിനുവേണ്ടി ഒരു വരാഹരൂപം ധരിക്കുകയും വളരെ നിസ്സാരമായിട്ട് കാലിൻ്റെ ഒരു വിരൽ കൊണ്ട് അടിച്ചതിനെ വധിക്കുകയും ചെയ്തതിനെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടുകൂടി മുനിമാർ സ്തുതിച്ചു. അത് വളരെ സാന്ദ്രാഭിസ്തുതിഭി അർത്ഥവത്തായ വാക്കുകൾ കൊണ്ടായിരുന്നു ഭഗവാനെ അവർ അധ്വരതനു യജ്ഞവരാഹമൂർത്തി എന്ന് കീർത്തിക്കുകയും ചെയ്തു. വിഷ്ണു സഹസ്രനാമത്തിൽ ഈ യജ്ഞ എന്ന പേരായിട്ട് കുറേ സ്തുതികളുണ്ട്. അവസാന ഭാഗത്ത് ഓം യജ്ഞായ നമ, യജ്ഞപതയേ നമ, യജ്വനേ നമ, യജ്ഞാംഗായ നമ,
യജ്ഞവാഹനായ നമ, യജ്ഞഭൃതേ യജ്ഞകൃതേ യജ്ഞിനേ യജ്ഞഭുജേ യജ്ഞസാധനായ യജ്ഞാന്തകൃതേ യജ്ഞഗുഹ്യായ നമ. അങ്ങനെ ഭഗവാന് യജ്ഞവുമായിട്ട് ചേർന്ന പേരുള്ളത് ഈ വരാഹ അവതാരത്തിലാണ്. മഹാകായനാണ് ഈ ഹിരണ്യാക്ഷൻ എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട്. പ്രളയജലം എത്ര ദൂരമുണ്ട്? അദ്ദേഹത്തിൻ്റെ കണങ്കാല് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അതിശക്തനുമായിരുന്നു. യുദ്ധം ചെയ്യാൻ പോലും സകല ദേവതകളും മടിച്ചു. ദിക്പാലന്മാരും ദേവേന്ദ്രനും ഒക്കെ പേടിച്ച് യുദ്ധത്തിൽ നിന്നും മാറിപ്പോവുക ചെയ്തു. എന്നിട്ടും ഭഗവാന്റെ മായാവരാഹമൂർത്തിയുടെ കാൽ വിരൽ കൊണ്ടുള്ള ഒരൊറ്റ അടി കൊണ്ട് രക്തം ഛർദ്ദിച്ച് മരിച്ചു വീഴുക ചെയ്ത്. മുൻപ് ഗദായുദ്ധം നടന്നതാണ്, മുഷ്ടിയുദ്ധം ചെയ്തതാണ്, ശൂലം കൊണ്ട് എറിയാൻ നോക്കിയതാണ്. എന്നിട്ടൊന്നും മരിക്കാതെ നിന്ന ആ ഹിരണ്യാക്ഷനാണ് ഭഗവാന്റെ വിരലിലൂടെ ഉള്ള അടിയേറ്റപ്പോൾ മരിച്ചത്. അപ്പോൾ ഭഗവാന്റെ ശക്തി ആ വിരലിൽ കൂടി പകർന്നു കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ മരിച്ചത്. ഭഗവാന്റെ അംഗസ്പർശം കൊണ്ട്, ഭഗവത് സ്വരൂപം കണ്ടുകൊണ്ട് ജീവൻ മുക്തമാവുകയാണ് ചെയ്തത്. അതിനെയാണ് ഋഷിമാരെ മുക്തകണ്ഠം സ്തുതിച്ചതും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഹൃദയത്തിനെ ഭട്ടതിരിപ്പാട് എന്താ വിളിച്ചത്? ഉദ്ദാമ പ്രമദ ഭരവിദ്യോതിഹൃദയ എന്നത്രയും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സന്തോഷവും അതിശയവും നിറഞ്ഞു കവിഞ്ഞ ഹൃദയം. അവർ അങ്ങയെ ആദ്യമായി യജ്ഞവരാഹമൂർത്തി എന്ന് കീർത്തിച്ചു. യജ്ഞത്തിൻ്റെ ഭാഗങ്ങളായിട്ട് അവർ വരാഹത്തിൻ്റെ അവയവങ്ങളെ കണ്ടു. ആ ദിവ്യമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഭഗവത് രൂപത്തെ ധ്യാനിക്കുന്നത് തന്നെ, വരാഹരൂപത്തെ മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ യജ്ഞത്തിന് തുല്യമാണ്. അവരുടെ സ്തുതിക്ക് വിശേഷപ്പെട്ട അർത്ഥങ്ങളുണ്ടായിരുന്നു. ഭക്തിയും ജ്ഞാനവും അർത്ഥവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ സ്തുതി. അപ്പോൾ ഈ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഹിരണ്യം സ്വർണ്ണാണ്, സ്വർണത്തിലാണ് കണ്ണ്, അക്ഷം. ഭൗതികതയാണ് അദ്ദേഹത്തിന് എപ്പോഴും ആവേശം പോലെ ഉണ്ടായിരുന്നത്. അതിലായിരുന്നു, ആ ഭൗതികതയിലുണ്ട്, അതിൻ്റെ ആ മായയിലായിരുന്നു അസുരൻ്റെ കണ്ണ് എപ്പോഴും. അതിനനുസരിച്ച് തന്നെയായിരുന്നു പ്രവർത്തനങ്ങളും. എല്ലാം വെട്ടിപ്പിടിക്കണം, എല്ലാവരെയും യുദ്ധം ചെയ്ത് എല്ലാ സ്ഥലവും സ്വന്താക്കണം. അങ്ങനെയുള്ള ആ സകല വാസനകളും ഇതാ ഇവിടെ തീരാണ്. സംസാരമാകുന്ന സമുദ്രത്തിൽ ചളിയിൽ കിടന്ന് പൊളിഞ്ഞ ആ ജീവനെ ഭഗവാൻ അവിടെ നിന്നും ഉയർത്തി എന്ന് സാരം. ഇനി യജ്ഞവരാഹമൂർത്തി എന്ന് വിളിക്കാൻ എന്താണ് കാരണം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്ലോകം ഒന്നും കൂടി നോക്കാം. മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗളദ് രക്തോ വക്ത്രാദ് അപദത് ഋഷിഭിശ്ലാഘിതഹതി തദാ ത്വാം ഉദ്ദാമ പ്രമദഭര വിദ്യോതിഹൃദയ മുനീന്ദ്ര സാന്ദ്രാഭിസ്തുതിഭിർ അനുവൻ അധ്വരതനും. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.